ഹായ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിൽ കാണുന്ന പോലെ പശ തേച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ പശ തേച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ക്രീം പേപ്പർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അതിനുശേഷം ഞാൻ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി എടുക്കാൻ പോകുന്നത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഗ്രീൻ പേപ്പർ ചെറിയ പീസ് എടുത്തിട്ട് ആദ്യം ഇവിടെ ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഭാഗം ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീളമുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ലീഫാണ്. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പേപ്പറിൽ തന്നെ ഞാൻ ലീഫ് കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതും ഞാൻ 2 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 3 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാനൊരു ബൊക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ട് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കാണുന്ന പോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ തന്നെ ഫ്ലവർ അങ്ങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ അടിഭാഗം ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കി ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു. ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പിന്നെ ഒരു ബോ വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.